മലപ്പുറത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയോട് KSEB ക്രൂരത കാണിച്ചു എന്ന ആരോപണം ഉയരുന്നു. ബില്ലടയ്ക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവരുടെ ഫീസ് ഊരി 85-കാരി 3 മാസമായി ഇരുട്ടിലാണ്. നെന്മൂർ പാറേക്കാട് നഗറിലെ ചക്കിയമ്മയാണ് ഇപ്പോൾ ഇരുട്ടിലായത്. നടക്കാനാവാതെയും പലതരം രോഗങ്ങളാലും ബുദ്ധിമുട്ടുകയാണ് ചക്കിയമ്മ. മരിച്ചുപോയാൽ മതിയെന്ന് തോന്നുന്നു എന്ന് ചക്കിയമ്മ 24-നോട് പറഞ്ഞു. കുറെ അയക്കണേ പറയാൻ കഴിയൂല, എനിക്ക് ബില്ലൊന്നും ഞാൻ അടച്ചിട്ടില്ല. എവിടെയെങ്കിലും അന്വേഷിച്ചോ? ഇവിടേക്ക് പോകണം, പഞ്ചായത്തൊക്കെ പോയാൽ അറിയാം. ഞാൻ പോയിട്ട് എൻ്റെ കാല് വയ്യ, എനിക്ക് നടക്കാനേ ചുട്ട് കത്താണ് എൻ്റെ കാല്. മരുന്ന് ആ പൈസ കൊണ്ട് തന്നെ വാങ്ങണം. ഞാൻ കറിക്കും ഞാൻ എല്ലാം വേണം. പഞ്ചാര, ചായപ്പൊടി, ചോപ്പ്, വെളിച്ചെണ്ണ ഒക്കെ വേണ്ട സാറേ. ഇതിൽ കാട്ടി മരിച്ചു പോകുകയാണ് നല്ലത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഗൂഗിൾ K വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് തത്സമയം ചേരുന്നു. ഗൂഗിൾ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? SKN ചാലിയാർ പഞ്ചായത്തിലാണ് ചക്കിയമ്മ താമസിക്കുന്നത്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി ചക്കിയമ്മയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യമായിരുന്നു വൈദ്യുതി ലഭിച്ചിരുന്നത്. 40 യൂണിറ്റിന് താഴെ മാത്രം ഗാർഹിക ഉപയോഗമുള്ള BPL കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇത്തരത്തിൽ സൗജന്യമായി വൈദ്യുതി നൽകുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസത്തിനിടയിൽ ഏതോ ഒരു മാസം ഇവർക്ക് 40 യൂണിറ്റ് അധികം ഇവർ വൈദ്യുതി ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത് മറ്റാരോ വൈദ്യുതി മോഷണം നടത്തി, അതായത് ഇവരുടെ വീട്ടിൽ നിന്ന് വൈദ്യുതി മോഷണം നടത്തി ഉപയോഗിച്ചതാണ് എന്ന ഒരു ആരോപണം ഉയരുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ചക്കിയമ്മയുടെ വൈദ്യുതി വിച്ഛേദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 3 മാസമായി അവർ ഇരുട്ടിലാണ്. അവർ ഈ 40 യൂണിറ്റിന് മുകളിലൊന്നും സ്വാഭാവികമായിട്ടും വൈദ്യുതി ഉപയോഗിക്കുന്ന കൂട്ടത്തിലല്ല. കാരണം അവരുടെ വീട്ടിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാവും, കേവലം 2 ബൾബുകൾ മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. പലതരത്തിലുള്ള രോഗങ്ങൾ അവർക്കുണ്ട്, കാലിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, നടക്കാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യം. അവർ പറയുകയാണ് നമ്മളോട്, മരിച്ചു പോയാൽ നന്നായിരുന്നു എന്ന് തോന്നുന്നൊരവസ്ഥയിലേക്ക് 85-കാരിയായ ഒരു വയോധിക എത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഉള്ളത്. ഇതിനെതിരെ അടിയന്തരമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കേണ്ടതാണ്. കാരണം കഴിഞ്ഞ 3 മാസത്തിലധികമായി അവർ ഇത്തരത്തിൽ ഇരുട്ടിൽ കഴിയുകയാണ്. രാത്രി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഈ 3 മാസമായി ഈ അമ്മ ഇരുട്ടിലായിട്ടും ആരും ഇടപെട്ടില്ലെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഒരു കാര്യം ചോദിച്ചാൽ ഗൂഗിൾ വേണുഗോപാൽ, അത്യാവശ്യമായിട്ട് നമ്മളിപ്പോൾ എത്ര രൂപ അടച്ചാൽ അമ്മയെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും? തീർച്ചയായിട്ടും നമുക്ക് അവർക്ക് പണം നൽകിക്കഴിഞ്ഞാൽ, ഈ KSEBയുടെ ബില്ല് അടച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സാധിക്കും. പക്ഷേ KSEBയുമായി ബന്ധപ്പെടുന്ന സമയത്ത് നമുക്കറിയാൻ സാധിക്കുന്നത്, അവർക്ക് നേരത്തെ ലഭിച്ചിരുന്നത് പോലെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു, 40 യൂണിറ്റിന് താഴെ മാത്രം ഉപയോഗിക്കുന്ന BPL കുടുംബങ്ങൾക്ക് വൈദ്യുതി സൗജന്യമായി നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസങ്ങളിൽ 40 യൂണിറ്റിന് മുകളിൽ ഉപയോഗിച്ചതിനാൽ അവർക്ക് ഇത്തരത്തിലുള്ള സൗജന്യമായി ഇനി വൈദ്യുതി ലഭിക്കുകയില്ല. ആ കണക്ഷൻ അല്ലെങ്കിൽ ആ പദ്ധതിക്ക് അവർ പുറത്തായിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇനിയുള്ള മാസങ്ങളിൽ അവർ എത്രയാണോ വൈദ്യുതി ഉപയോഗിക്കുന്നത് ആ ബില്ല് നമ്മൾ അടയ്ക്കേണ്ടി വരും എന്നുള്ളത് മാത്രമാണുള്ളത്. ഇനി പണം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സാധിക്കും. SKN, അപ്പോൾ ഗൂഗിൾ ഒരു കാര്യം ചെയ്യൂ, KSEB ഓഫീസിൽ വിളിച്ച് പറയൂ, ഈ പണം എത്രയാണെന്ന് പറയൂ, നമ്മൾ അടയ്ക്കാം. പക്ഷേ അതേസമയം അവരുടേതല്ലാത്ത കാരണം കൊണ്ട് അവർ ഈ സ്കീമിൻ്റെ പുറത്തായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അവരെ സ്കീമിൻ്റെ അകത്താക്കേണ്ട ജോലി KSEB ഏറ്റെടുക്കണമെന്ന് നമ്മൾ പറയുന്നുവെന്നും അവരോട് പറയുക. എന്തായാലും ഗൂഗിൾ K വേണുഗോപാൽ അറിയിച്ചാൽ മതി, നമുക്ക് ഇവിടെ നിന്ന് പണം അയച്ചു തരാം. അമ്മയ്ക്ക് ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്ത് കൊടുക്കുക. KSEB അധികാരികൾ പെട്ടെന്ന് ഈ കാര്യത്തിൽ നിന്ന് ഇടപെടും. ഒരു അമ്മ ഇരുട്ടിൽ തപ്പുകയാണ് എന്ന് നിങ്ങൾ അറിയുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.